വെൽക്കം ബാക്ക് ടു ദി ഇക്കണോമിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി, എന്താണ് മാർജിൻ യൂട്ടിലിറ്റി, ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഇതിൻ്റെ ഡയഗ്രാം എന്താണ്, ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കാം. എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ കോൺസെപ്റ്റ് ആയിട്ടുള്ള യൂട്ടിലിറ്റി എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. എന്താണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. എ എന്ന് പറയുന്നത് ഞാനാണ്, ബി എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടാണ്. എനിക്ക് ഐസ്ക്രീം ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ ഫ്രണ്ടിന് ഐസ്ക്രീം അത്ര ഇഷ്ടമല്ല. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതാണ് ഞാൻ ഈ ഒരു ലെവൽ കാണിക്കുന്നത്. എൻ്റെ ഫ്രണ്ടിന് ഇത്രയേ ഉള്ളൂ, ഇത്ര ഇഷ്ടമേ ഉള്ളൂ, കാരണം ഇത്ര സാറ്റിസ്ഫാക്ഷനേ ഉള്ളൂ. ഇക്കണോമിക്സിൽ നമ്മൾ ഇതിനെ സാറ്റിസ്ഫാക്ഷനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില എക്കണോമിസ്റ്റുകൾ ഇതിനെ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ പറയും. അതായത് ഇപ്പൊ ഞാൻ പറയാണ് എനിക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ 100, ഈ മെഷർ ചെയ്യുന്നത് യൂട്ടിൽസ് എന്ന് പറയുന്ന ഒരു ടേം വെച്ചിട്ടാണ്. യൂട്ടിൽസ് 100 യൂട്ടിൽസ് ആണ്, എൻ്റെ ഫ്രണ്ടിന് 50 യൂട്ടിൽസ് ആണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി എന്നൊക്കെ പറയുന്നത്. ഞാൻ വേറെ ക്ലാസ്സിൽ പറഞ്ഞു തരാം അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ 100 യൂട്ടിൽസും എൻ്റെ ഫ്രണ്ടിന് കിട്ടിയത് 50 യൂട്ടിൽസ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ എന്താണ്, ഓരോരുത്തർക്കും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റിയിൽ നിന്ന് തന്നെ ഡിഫറെന്റ് ആണ് അല്ലെ? അപ്പോ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മോഡിറ്റിയുടെ സാറ്റിസ്ഫൈങ് പവർ ആണ്. ഒരു കമ്മോഡിറ്റിയുടെ നമ്മുടെ ആഗ്രഹത്തെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പവറിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയാം. അതിന് യൂട്ടിലിറ്റിയുടെ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ പറയുമ്പോഴാണ് 100 യൂട്ടിൽസ് എന്ന് പറയുന്നത് ആ മെഷർമെന്റിന് ഉപയോഗിക്കുന്ന ഒരു ടേം ആണ്. ഓക്കെ, യൂട്ടിലിറ്റിനെ മെഷർ ചെയ്യുന്ന ഒരു ടേമിനെ പറയുന്നതാണ് യൂട്ടിൽസ്. അപ്പൊ 100 യൂട്ടിൽസ് എനിക്ക് എൻ്റെ ഫ്രണ്ടിന് 50 യൂട്ടിൽസ്. അതായത് ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്താന്ന് പഠിക്കാൻ പോവാ. എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി? ഇപ്പൊ ഞാൻ ഇതുപോലെ തന്നെ നന്നായിട്ട് ഹംഗ്രി ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത്, വിശന്നിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ആപ്പിൾ തരാണ്. ആപ്പിൾ. അപ്പൊ ആദ്യം എനിക്ക് ഒരു ആപ്പിൾ തന്നപ്പോൾ എനിക്ക് അതിന് കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് 20 യൂട്ടിൽസ് ആണ്. യൂട്ടിൽസ് ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കാം. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് വീണ്ടും എനിക്കൊരു ആപ്പിൾ തന്നു, രണ്ടാമത്തെ ആപ്പിൾ തന്നു. പക്ഷെ അപ്പൊ എനിക്ക് ആദ്യത്തെ അത്ര വിശപ്പില്ല. സോ എനിക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ 16 യൂട്ടിൽസ് ആണ്. പിന്നെയും ഒരു ആപ്പിളും കൂടി തന്നു. ദെൻ എന്റെ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു, 10 ആയിട്ട് മാറി. എഗെയിൻ വീണ്ടും തരികയാണ്, 4th യൂണിറ്റ് തരികയാണ്. അപ്പൊ എനിക്ക് മൂന്നാമത്തെ യൂണിറ്റിന്റെ അത്രയും ആവശ്യമില്ല, പക്ഷെ എന്റെ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു, 4 ആയി. വീണ്ടും തന്നപ്പോഴോ എനിക്ക് ഒട്ടും ആവശ്യമില്ല, പക്ഷെ ഞാൻ മേടിച്ചു വെച്ചു വെറുതെ കയ്യില്. സോ അതിൽ നിന്ന് കിട്ടിയ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ 0 ആണ്. വീണ്ടും ഒരു യൂണിറ്റും കൂടി തന്നപ്പോഴോ, ഒരു ആപ്പിളും കൂടി തന്നപ്പോൾ ഞാൻ ആകെ ഇറിറ്റേറ്റഡ് ആയി. പക്ഷെ ഞാൻ അതും മേടിക്കുകയാണ്. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷനോ -6. കാരണം എന്താ, ഞാൻ ഇവിടെ ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് അല്ല, എനിക്ക് വേണ്ട ഇത്. അതിന്ന് അപ്പം മൈനസിലേക്ക് പോയി. ഓക്കെ, ഇതാണ് ആക്ച്വലി മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇതിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി ആണ്. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എല്ലാം കൂടി ആഡ് ചെയ്ത് കിട്ടുന്നത്, നമ്മുടെ കയ്യിൽ എത്ര യൂണിറ്റ്സ് ആപ്പിൾ ഉണ്ടോ അതിൽ നിന്ന് ടോട്ടൽ കിട്ടുന്നതിനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയാം. അപ്പൊ ഏറ്റവും ആദ്യത്തെ ആപ്പിൾ കിട്ടിയപ്പോൾ 20 യൂണിറ്റ്സ് മാത്രമല്ലേ ഉള്ളൂ എന്റെ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ 20 ആണ് ഇവിടുത്തെ ടോട്ടൽ യൂട്ടിലിറ്റി. രണ്ടാമത്തെ ഒരു യൂണിറ്റ് ആപ്പിളും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോ എത്രയായി? 20 + 16 ആയി. എത്രയായി? 36 ആയി. കണ്ടോ, ടോട്ടൽ യൂട്ടിലിറ്റി ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. വീണ്ടും ഒരു യൂണിറ്റ് കൂടി കിട്ടിക്കഴിഞ്ഞപ്പോഴോ 3ൽ നിന്ന് 4ലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ എത്രയായി? 36ൽ നിന്നും വീണ്ടും എത്രയിലേക്ക് മാറി? 46ലേക്ക് മാറി. പിന്നെ 46 + 4 ആയപ്പോഴോ 50 ആയി മാറി. 50 + 0 0 ആയി മാറി. പിന്നെ വീണ്ടും 6th യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തായി? എന്റെ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 44 ആയിട്ട് മാറി. കണ്ടോ, ഇതിനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് n നമ്പർ ഓഫ് ഐറ്റംസ്. എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ട് അതാണ് ഈ n കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് n ഇസ് ഈക്വൽ ടു u1 + u2 + u3 + ഇങ്ങനെ എക്സെട്ര + un. അതായത് എത്ര യൂണിറ്റ്സ് ഉണ്ടോ, ആദ്യത്തെ ഫസ്റ്റ് യൂണിറ്റിലത്തെ യൂട്ടിലിറ്റി, സെക്കൻഡ് യൂണിറ്റിന്റെ യൂട്ടിലിറ്റി, തേർഡ്, അങ്ങനെ n യൂണിറ്റ്സിന്റെ യൂട്ടിലിറ്റി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ യൂട്ടിലിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റി. വായിച്ചു നോക്കാം. ടോട്ടൽ യൂട്ടിലിറ്റി റെഫേഴ്സ് ടു ദി ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ. കണ്ടോ, ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം ദി കൺസംഷൻ ഓഫ് ഓൾ പോസിബിൾ യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ടോട്ടൽ യൂട്ടിലിറ്റി. ഇറ്റ് മെഷേഴ്സ് ദി ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം കൺസംഷൻ ഓഫ് ഓൾ ദി യൂണിറ്റ്സ് ഓഫ് ദി ഗുഡ്സ്. ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി എന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ യൂണിറ്റ് നമ്മൾ എക്സ്ട്രാ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റി ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയാ, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാ. എന്ന് വെച്ചാൽ ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റ് ഞാൻ കൺസ്യൂം ചെയ്തപ്പോൾ എനിക്ക് 20 യൂട്ടിലിറ്റി കിട്ടി. സെക്കൻഡ് യൂണിറ്റ് കിട്ടിയപ്പോഴോ, ഞാൻ കൺസ്യൂം ചെയ്തപ്പോഴോ എനിക്കൊരു 16 യൂണിറ്റ്സ് കൂടി അഡീഷണൽ ആയിട്ടുള്ള യൂട്ടിലിറ്റി കിട്ടി. ഇതിനെയാണ് അഡീഷണൽ എന്ന് പറയാം. പിന്നെ തേർഡ് യൂണിറ്റ് ആയപ്പോഴോ എനിക്ക് 10, അതെന്റെ അഡീഷണൽ യൂട്ടിലിറ്റി ആണ്. ഫോർത്ത് യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ 4 യൂണിറ്റ്സ് യൂട്ടിലിറ്റി, അതാണ് അവിടുത്തെ അഡീഷണൽ യൂണിറ്റി. ഫിഫ്ത്ത് ആയപ്പോഴും 0, സിക്സ്ത് ആയപ്പോഴും -6. ഇനി നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ചോദിക്കും, ടോട്ടൽ യൂട്ടിലിറ്റി തരും, നമ്പർ ഓഫ് യൂണിറ്റ്സ് തരും, എന്നിട്ട് മാർജിനൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇങ്ങനെയാണ്: marginal utility equal to change in total utility divided by change in number of units. Change in number of units കേട്ടോ, number of units. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം: ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഇങ്ങനെ എഴുതാം. ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്? 36 മൈനസ് 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ആണ് അല്ലെ. 16 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സിലെ ചേഞ്ച്, 1ൽ നിന്ന് 2ലേക്ക് ആവാനുള്ള ചേഞ്ച് എത്രയാ? 1 ആണ്. അപ്പൊ 16 by 1 ആണ്. ഇനി വീണ്ടും അടുത്തതിന്റെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 46 മൈനസ് 36 എത്രയാണ്? 10 ആണ്. 10 ഡിവൈഡഡ് ബൈ 2ൽ നിന്ന് 3ലേക്കുള്ള ചേഞ്ച് എത്രയാണ്? 1 ആണ്. അപ്പൊ 1 ആണ്. അപ്പൊ 10 ആണ് ഇവിടെ ആൻസർ വരിക. 10 ഡിവൈഡഡ് ബൈ 1. ഇനി അടുത്തതില് 50 മൈനസ് 46 4. അപ്പൊ 4 ഡിവൈഡഡ് ബൈ 1 4. ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു എക്സാമിന് ടോട്ടൽ യൂട്ടിലിറ്റി തന്ന് നമ്പർ ഓഫ് യൂണിറ്റ്സ് ചോദിച്ചിട്ട് മാർജിനൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, മനസ്സിലാക്കി വെക്കാം. ഇനി ഇതിന്റെ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ കൊടുത്ത അതേ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ മുകളിലത്തെ കാണിക്കുന്നത് OY ആക്സിൽ ടോട്ടൽ യൂട്ടിലിറ്റി കാണിക്കുന്നു. ഇനി OX ആക്സിൽ യൂണിറ്റ്സ് ഓഫ് ആപ്പിൾ കാണിക്കുന്നു. താഴത്തെ ഡയഗ്രാം മാർജിനൽ യൂട്ടിലിറ്റി കർവിനെയാണ് ഇത് കാണിക്കുന്നത്. OY ആക്സിൽ ഇത് നെഗറ്റീവ് ആക്സസ് കൂടി വരുന്നതുകൊണ്ടാണ്, -6 കൂടി വരുന്നതുകൊണ്ടാണ് ഞാൻ താഴത്തേക്ക് വരച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇവിടെ -6 വരും. ഇനി OX ആക്സിസ് നേരത്തെ പോലെ യൂണിറ്റ്സ് ഓഫ് ആപ്പിൾ ആണ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ആപ്പിൾസും അതുപോലെ ടോട്ടൽ യൂട്ടിലിറ്റിയും കൂടി ആണ് ആദ്യത്തെ ഡയഗ്രത്തിൽ നമ്മൾ കാണിക്കുന്നത്. അത് നിങ്ങൾ മാർക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് സമയം പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ? ഇങ്ങനെ ഒരു ലൈനിലേക്ക് നിങ്ങൾ വരും. ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി മാർജിനൽ യൂട്ടിലിറ്റിയും ഇതുപോലെ തന്നെ ആപ്പിൾ കൺസ്യൂമറും കൂടി നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കണം. ഓക്കെ, ഇത് മാർജിനൽ യൂട്ടിലിറ്റിനെ കാണിക്കുന്ന ലൈനാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ദേ 5 യൂണിറ്റ്സിൽ എത്തുമ്പോഴാണ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5 യൂണിറ്റ്സിൽ എത്തുമ്പോൾ ഇവിടെ 0, മാർജിനൽ യൂട്ടിലിറ്റി 0 ആയി. കണ്ടോ? മാർജിനൽ യൂട്ടിലിറ്റി 0. ആ സമയം ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 50 ആണ്. കണ്ടോ? 50 ആണ്. കണ്ടോ? അപ്പൊ ഇതിന്റെ ഒരു റിലേഷൻ നമുക്ക് എങ്ങനെ ഈ ഡയഗ്രത്തിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാം. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ആദ്യം കാണാം. ടോട്ടൽ യൂട്ടിലിറ്റി ഇവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ പോസിറ്റീവ് ആണ്. ഈ ഒരു പോയിന്റിന് താഴെ പോകുമ്പോൾ മാത്രമേ ഇത് നെഗറ്റീവ് ആവുന്നുള്ളൂ. അപ്പൊ അതിന് മുകളിലുള്ള പോയിന്റ്സ് ഒക്കെ പോസിറ്റീവ് ആണ്. ഈ ഒരു എവിടെ എത്തുമ്പോഴേ 0 ആവും, അതിനുശേഷം മൈനസ് ആവുന്നു. അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം എന്നൊരു പോയിന്റ് ഉണ്ട്. ഇവിടെ മാക്സിമം എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷണൽ ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്താലും നമ്മുടെ സാറ്റിസ്ഫാക്ഷനിൽ ഒരു ചേഞ്ചും വരുന്നില്ല. കണ്ടോ? അഡീഷണലി കൺസ്യൂം ചെയ്യുമ്പോഴും സാറ്റിസ്ഫാക്ഷനിൽ ചേഞ്ച് വരുന്നില്ല, ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ചേഞ്ച് വരുന്നില്ല. കണ്ടോ? അതാണ് ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആകുക എന്ന് വെച്ചാൽ അർത്ഥം, മാക്സിമം. അപ്പൊ ആ സമയത്ത് മാർജിനൽ യൂട്ടിലിറ്റി എന്തായി? ഇവിടെ കണ്ടോ? 0ലേക്ക് എത്തി. മാർജിനൽ യൂട്ടിലിറ്റി ആ സമയത്ത് 0, പോയിന്റ് ഓഫ് സാറ്റിറ്റി എന്ന് പറയും അതിനെ. ഓക്കെ, അപ്പൊ ഇതാണ് സെറ്റൈറ്റി പോയിന്റ് കേട്ടോ. സെറ്റൈറ്റി പോയിന്റ് ആണിത്. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി 0 ആയ പോയിന്റ്. ഇനി ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്രീസ് ആവുന്നുണ്ട്. ഈ 0 കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞു, 0 അല്ല മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്രീസ് ആവുന്ന ഒരു പോയിന്റ് ഉണ്ട്. ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്രീസ് ആവുമ്പോൾ നിങ്ങൾക്ക് കാണാം മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവിലേക്ക് പോവാണ്. കണ്ടോ? മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആയി. അപ്പൊ ഈ ഒരു റിലേഷൻ നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി പോസിറ്റീവ്, ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആകുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 0, ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഈ ഒരു റിലേഷൻ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെയാണ് ഇതിലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. അടുത്തൊരു ടോപ്പിക് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അനലൈസ് ചെയ്യും. അതുവരേക്കും എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങൾ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. താങ്ക് യു.